അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട ദർസെ ഹദീസിലെ പഠിതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു അമലു സ്വാലിഹാത്തായി സ്വീകരിക്കുമാറാകട്ടെ. റിയാദുസ് സ്വാലിഹീനിലെ ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ കുടുംബ ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഹദീസ്, നമ്മൾ ഇതുവരെ ജീവിതകാലത്ത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതാണ് പഠിച്ചത്. ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണ് നമുക്ക് പറയുവാനുള്ളത്. ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂ സയ്യിദ് മാലിക് ബിനു റബീഅ അസ്സായിദി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, ബൈന നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, ഇദാ ജാഅഹു റജുലുൻ മിൻ ബനി സലമ, ബനു സലമയിൽ നിന്ന് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അൽ ബഖിയ മിൻ ബിർരി അബവയ്യ ഷൈഉൻ അബറുഹുമാ ബിഹി ബഅദ മൗതിഹിമാ, അള്ളാഹുവിൻ്റെ റസൂലെ, മാതാപിതാക്കളുടെ മരണശേഷം ഞാൻ അവർക്കായി നിർവഹിക്കേണ്ട വല്ല പുണ്യവും അവശേഷിക്കുന്നുണ്ടോ? അൽ ബഖിയ മിൻ ബിർരി അബവയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുവാനുള്ള വല്ല പുണ്യവും അവശേഷിക്കുന്നുണ്ടോ എന്ന് റസൂലിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഫഖാല, അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തു, നഅം, അതെ, ബാക്കിയുണ്ട്, മരണപ്പെട്ടാലും തീരുകയില്ല കടപ്പാട് അവരോട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓരോന്നെണ്ണി പറഞ്ഞു കൊടുക്കുകയാണ്. അസ്സലാത്തു അലൈഹിമ, അവരുടെ മേലുള്ള ജനാസ നമസ്കാരം മരണപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വേണ്ടി ചെയ്യുവാനുള്ള കടമയിൽപ്പെട്ടതാണ്. വ ഇസ്തിഗ്ഫാറു ലഹുമ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന നടത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നു, വ ഇൻഫാദു അഹ്ദിഹിമ മിൻ ബഅദിഹിമ, അവർ നടത്തിയ കരാറുകൾ, അവർ നടത്തിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് നിറവേറ്റുക എന്നുള്ളതാണ് മറ്റൊരു കടപ്പാടായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നു, വസീലത്തു റഹ്മി അല്ലതി ലാ തുസല്ലു ഇല്ലാ ബിഹിമ, അവരിലൂടെ വന്നിട്ടുള്ള കുടുംബവുമായി ബന്ധം ചേർക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി പറയുന്നു. വേറൊന്ന് പറയുന്നത്, വ ഇക്റാമു സദീഖിഹിമ, വ ഇക്റാമു, ആദരിക്കലാണ്, സദീഖിഹിമ, അവരുടെ രണ്ടുപേരുടെയും കൂട്ടുകാരെ ആദരിക്കലാണ്. ഇതെല്ലാം മരണശേഷവും അള്ളാഹുവിൻ്റെ റസൂല് മാതാപിതാക്കളോടുള്ള നമ്മുടെ കടമയായി എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മരണപ്പെട്ടു പോയാൽ പോലും കടപ്പാട് തീരാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അത്രമാത്രം വലിയ ബാധ്യത, കടപ്പാട്, അവരോടുള്ള കടമകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ ഇത് വലിയ പ്രസക്തമായ ഒരു ഹദീസാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം മരണാനന്തര ചടങ്ങുകൾക്ക് വലിയ ചിലവേറിയ ചടങ്ങുകളാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. അവരെ ഹോസ്പിറ്റലിൽ തന്നെ പലപ്പോഴും കാണാം, കടം വാങ്ങിയിട്ടൊക്കെയാണ് അവിടുത്തെ ചിലവുകളൊക്കെ നടത്താറുള്ളത്. അതിനുശേഷം മരണപ്പെട്ട ഉമ്മയും ഉപ്പയുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരികയും അവിടെയുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ, വലിയ ചിലവേറിയ അനാചാരങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ അള്ളാഹുവിൻ്റെ റസൂല് ആ ജനാസയോട് നമുക്ക് ചെയ്യുവാനുള്ള, ആ ഉമ്മയോട് നമുക്ക് ചെയ്യുവാനുള്ള കടപ്പാടുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിസ്സാരമായി കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ ഈ ഹദീസ് വളരെ പ്രസക്തമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ട് അസ്വലാത്തു അലൈഹിമ, അവർക്ക് രണ്ടുപേർക്കുമുള്ള ജനാസ നമസ്കാരമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും, ഇതൊക്കെ വലിയ കാര്യമായി പറയണോ, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ എന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വീട്ടിൽ നമ്മുടെ മക്കളോട് ചോദിച്ച് നോക്കുക. നമ്മളെ മക്കൾ, നമുക്ക് ജനാസ നമസ്കാരം നിർവഹിക്കുവാനുള്ള ആളുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളോട് നമ്മളൊന്ന് ചോദിച്ച് നോക്കുക, ഈ ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയുന്ന ആളുകൾ എത്ര? ആ പ്രാർത്ഥന അറിയുന്ന ആളുകൾക്ക് തന്നെ അതിൻ്റെ അർത്ഥവും ആശയവും ആത്മാവും അറിയുന്ന ആളുകൾ എത്ര?
നമുക്കറിയാം, നമ്മുടെ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് നൽകുവാൻ കഴിയുന്ന ഒന്ന് അത് ആ ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥനയാണ്. ഒരു സമ്മാനമായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ആ പ്രാർത്ഥനയാണ്. അതിനുശേഷം മണ്ണിനടിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം, ആ സമ്മാനം നിർവഹിക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കുക, വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ അത് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയുന്നില്ല, ആത്മാവ് അറിയുന്നില്ല എങ്കിൽ നമ്മൾ അറിയേണ്ടത്, അത് അങ്ങനെ ഒരു മകനുണ്ട് എങ്കിൽ ആ മകൻ്റെ ഒരു പ്രശ്നം ആ ഒരു നിമിഷത്തിലുള്ള ഒരു വിഷമം മാത്രമല്ല, ജനാസയെ ഉമ്മയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ കെട്ടിയിട്ട് ആ പ്രാർത്ഥന അറിയാത്തതിൻ്റെ ഒരു വിഷമം അപ്പോൾ മാത്രമല്ല ഉണ്ടാവുക, അവൻ്റെ മരണം വരെ ആ ഒരു വേദന, ആ ഒരു നീറ്റൽ, ആ ഒരു വിഷമം, ആ ഒരു തേട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓരോ നിമിഷങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അതിങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജനാസ നമസ്കരിക്കുക, അതിൻ്റെ ആത്മാവോടുകൂടി ഉൾക്കൊണ്ട് ആ പ്രാർത്ഥന നമുക്കറിയാം, കണ്ണുനീര് കൊണ്ട് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു പ്രാർത്ഥനയാണ്. കണ്ണുനീര് കൊണ്ട് ആ സന്ദർഭത്തിനനുസരിച്ച് ആ സന്ദർഭവും ആ പ്രാർത്ഥനയുടെ വാക്കുകളും വരികളും ഒക്കെ നമുക്ക് കണ്ണുനീര് കൊണ്ട് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുന്നൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അന്നേരം പറയാൻ കഴിയാത്തൊരു മകനാണ് എങ്കിൽ അതിൻ്റെ നീറ്റിൽ അവസാനം അവൻ്റെ ജീവിതം വരെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ നമുക്കറിയാം, കടം വീട്ടുക എന്നുള്ളത് മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കടം വീട്ടാതെ ഒരു ജനാസ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചിട്ടില്ല. ഒരു ജനാസയും കടം വീട്ടാതെ ഏറ്റെടുക്കാതെ, ആ കടം വീട്ടുന്ന ഏറ്റെടുക്കാതെ അങ്ങനെ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്നും സമയമില്ലാതെ, അല്ലെങ്കിൽ അതൊക്കെ നിസ്സാരമായി കാണുകയും എന്നാൽ വീണ്ടും കടം വാങ്ങിയിട്ട് ഈ ജനാസയുടെ മേലുള്ള അനാചാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നതിലാണ് ഉത്സാഹം കാണിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിനെതിരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കടം വീട്ടുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള, കാരണം അത്രയും ഗൗരവമുള്ള കാര്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഷഹീദായ മനുഷ്യന് പോലും കടമുണ്ട് എങ്കിൽ രക്ഷയില്ല എന്നുള്ളതാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത് അതിൽ പറയുന്ന കാര്യം വഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടിയിട്ടുള്ള പാപമോചനം നിർവഹിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. തട്ടിമാറ്റാൻ കഴിയാത്ത ഒരു പ്രാർത്ഥന, എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുമാണ്. അത് രണ്ടുമാണ് തട്ടിമാറ്റാൻ കഴിയാത്തൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്നാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. പിന്നെ നഷ്ടപ്പെടാത്ത അവൻ്റെ കൂടെ പോരുന്ന ഒരു എണ്ണിയ 3 കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ എന്നുള്ളതാണ്. ആ മകനാണ് നമ്മൾ, ആ മക്കളാണ് നമ്മൾ. അവർക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഈ ഭൂമിയിൽ വിട്ടേച്ച് പോയിട്ടുള്ള അവരുടെ നന്മയാണ് അവരുടെ മക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പാപമോചനം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള വലിയ കടമയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നമുക്കറിയാം, ഖബറിലെ നമ്മുടെ മാതാപിതാക്കൾ കിടക്കുന്നതിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾക്കൊക്കെ കിടക്കാനുള്ള ഇടമാണ്. അതിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഖുർആനിലൂടെ അറിയുകയും ചെയ്തതാണ്. അതിൻ്റെ പ്രകാശിതമാകുന്നത് അവരുടെ നന്മകൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടുമാണ് ആ ഖബറിടം പ്രകാശിതമാകുന്നതും വിശാലമാകുന്നതും എന്ന് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഖബറിലേക്ക് നമ്മുടെ പ്രാർത്ഥന ഒരു പിടിവള്ളിയായിട്ട്, ഒരു സമാധാനമായിട്ടാണ് ആ പ്രാർത്ഥന എത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ദറജ, നമ്മുടെ നന്മകൾ കൊണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നന്മകൾ കൊണ്ട് അവരുടെ ദറജ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം മരണപ്പെട്ട് കുറച്ച് നമുക്ക് ആ ഒരു പ്രാർത്ഥന നമ്മൾ വിട്ടുപോവുക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹവും അല്ലെങ്കിൽ അപരാധവുമായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മ, ഉപ്പ ഇവരൊക്കെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് അത് കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ സഹിക്കാൻ കഴിയാത്ത വിഷമവും വേദനയും ഉണ്ടാകും. കയ്യൊന്നുയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴേക്കും കണ്ണ് കലങ്ങി ഒഴുകും. അതുപോലെ തന്നെ ഹൃദയം വല്ലാതെ വിഷമിച്ച്, വല്ലാതെ വേദനിച്ച് നീറുന്നത് കാണാം. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത് മാനുഷികമായിട്ടുള്ളൊരവസ്ഥയാണ്.
എന്നാൽ ആ അവസ്ഥ പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും അത് പ്രാർത്ഥനകളിൽ നിന്ന് പോലും നമ്മുടെ മാതാപിതാക്കൾ ഇല്ലാതായി പോവുകയും ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഇല്ലാതാകാതിരിക്കുക എന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ഇതൊരു ഇബാദത്തായിട്ട് കൊണ്ട് നടക്കണം എന്നുള്ളതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പാപമോചനത്തിനും മറ്റുമായിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു ഇബാദത്തായിട്ട് കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് ഒരു നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ നമുക്കത് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ നമസ്കാര ശേഷങ്ങളിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റെപ്പോഴും അത് ആ പ്രാർത്ഥന നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കുക എന്ന ഖബറിൻ്റെ അടുത്തേക്ക് നമ്മൾ സിയാറത്ത് നടത്തുന്നത് നമ്മുടെ മരണവും ഓർക്കാനൊക്കെ ആണെങ്കിലും അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ്, എൻ്റെ ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ ഖബറിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏകാഗ്രത, അത് നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥന നടത്താം. അള്ളാഹുവിനോട് ഖബറിൽ കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്താവുന്നതാണ്. അപ്പോൾ ആ പ്രാർത്ഥനകൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഇൻഫാദു അഹ്ദിഹിമ മിൻ ബഅദിഹിമ, അവരുടെ ശേഷവും അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള കരാറുകൾ അത് നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ ചെയ്തിട്ടുള്ള വസിയത്തുകൾ നിർവഹിച്ചു കൊടുക്കുക പല രീതിയിലുണ്ടാകും. ചിലപ്പോൾ സാമ്പത്തികമായ വസിയത്തായിരിക്കും, ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന് ഇങ്ങനെയൊക്കെയുള്ള വസിയത്തുകൾ ഉണ്ടായിരിക്കാം. ആ വസിയത്തുകളൊക്കെ നിർവഹിച്ചു കൊടുക്കാം. ചിലപ്പോൾ അതൊന്നും സാമ്പത്തികമായ വസിയത്തായിക്കൊള്ളണമെന്നില്ല, ഇന്ന ആളെ നന്നായി സംരക്ഷിക്കണം, ഇന്ന ആളെ നന്നായി നോക്കണം കേട്ടോ എന്നൊക്കെയുള്ള വസിയത്തായിരിക്കും. അങ്ങനെയുള്ള വസിയത്തുകളൊക്കെ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നു, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, നമ്മൾ ഹജ്ജ് ചെയ്തവരാണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ മേലിലുള്ള കടപ്പാടാണ്. നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരു പുണ്യകർമ്മമാണ്. നമ്മൾ ഹജ്ജ് ചെയ്തു എന്നിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ട് ശേഷിയും അതുപോലെ തന്നെ ശാരീരികമായ കഴിവും ഒക്കെ ഉണ്ട് എങ്കിൽ ഒരു ഹജ്ജ് ഉമ്മാക്ക് വേണ്ടി, ഒരു ഹജ്ജ് ഉപ്പാക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള ഒരു ദാനധർമ്മങ്ങൾ വലിയ പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഈ ദാനധർമ്മം, അവർക്ക് വേണ്ടിയുള്ള ദാനധർമ്മം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹ്, എൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് സംസാരിക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവർ ദാനധർമ്മത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഞാൻ എൻ്റെ ഉമ്മ ഇപ്പം മരണപ്പെട്ടു, ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദാനധർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉമ്മാക്ക് അതിൻ്റെ പ്രതിഫലം എത്തുമോ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ അതെ, അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ടൊക്കെ ഉപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ ചില ആളുകൾ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അവിടെ കണ്ണുകളിൽ കാണുന്ന ഒരു റാഹത്ത്, വല്ലാതെ റാഹത്താണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വഖഫ് ചെയ്യാറുണ്ട് പല ആളുകളും. ഒരു വലിയ ഷെൽഫ് നിറയെ പുസ്തകങ്ങളൊക്കെ വഖഫ് ചെയ്യും. അവരുടെ ഉമ്മ മരണപ്പെടുമ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഉപ്പാക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അത് വഖഫ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിങ്ങനെ കുട്ടികൾ വായിക്കുകയും ആ വായിച്ച അറിവ് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ഖബറിൽ കിടക്കുന്ന ഈ ഉമ്മാക്ക് ലഭിക്കുമല്ലോ എന്നുള്ള വലിയ ആഗ്രഹത്തിൽ അവർ കൊണ്ടുവന്ന് തരുന്നത്. അതിൽ അവരുടെ കണ്ണുകളിലും ഹൃദയങ്ങളിലും അതിൻ്റെ റാഹത്ത്, പ്രത്യേകമായ സന്തോഷം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും അതിൻ്റെ പുണ്യം അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നുള്ള. അപ്പോൾ അവരോട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കടമയാണത്. അതുപോലെ തന്നെ അവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ അവരിലൂടെ വന്നിട്ടുള്ള അമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കുടുംബ ബന്ധങ്ങൾ അത് ചേർക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. അത് അവരോടുള്ള ആദരവ് കൂടിയാണ് എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞത് സുഹൃത്തുക്കളെ ആദരിക്കുക എന്നുള്ളതാണ്. അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊരു ഹദീസിൽ
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാമീണനെ കാണുന്നുണ്ട്. ആ ഗ്രാമീണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എൻ്റെ ഉപ്പയുടെ സുഹൃത്താണെന്ന്. അത് മനസ്സിലായതോടുകൂടി അവരുടെ തലപ്പാവ് എടുത്തിട്ട് അവർക്ക് സമ്മാനമായിട്ട് ഹദിയയായിട്ട് നൽകുകയാണ്. അപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ഇത് ഗ്രാമീണനായ ഒരു മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന് ചെറിയ എന്തെങ്കിലും സമ്മാനം കൊടുത്താൽ മതി, എന്നാൽ പോലും അവർ ഭയങ്കര സന്തോഷമായിരിക്കും, എന്തിനാണ് ഇത്ര വലിയ സമ്മാനമൊക്കെ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് എൻ്റെ ഉപ്പയുടെ സുഹൃത്താണ്, ഉപ്പയുടെ കൂട്ടുകാരനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ തൻ്റെ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരോട് കാണിക്കുന്ന നന്മ അത് വലിയ പ്രതിഫലാർഹമായിട്ടുള്ള നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് എനിക്കറിയാം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുന്ന സമയത്ത് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ കാണാൻ വന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ അവരുടെ മരണശേഷം അവരെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ, അവരുടെ ഇഷ്ടക്കാരോട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സഹോദരിമാരെ, മരണത്തോടുകൂടി തീരുന്ന ഒരു ബന്ധമല്ല അത്. ബന്ധമില്ല എങ്കിൽ ആ ബന്ധം മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 4 കാര്യങ്ങളും, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നമ്മളെ പോറ്റി വളർത്തിയിട്ടുള്ള, സ്നേഹിച്ച് കൊണ്ട് നടന്നിട്ടുള്ള ഓരോ മാതാപിതാക്കളോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദരമാണ്, സ്നേഹമാണ്, അതുപോലെ തന്നെ പ്രാർത്ഥനയാണ് ഇതൊക്കെ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന പുണ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാതാവ് ഒരു പിതാവ് മരണപ്പെട്ടാലും അവിടെ ഖബറിലേക്ക് എത്തുന്ന പുണ്യകർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂല് ഇതിലൂടെ പഠിപ്പിച്ചത്. ഇതൊക്കെ നമ്മൾ ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒറ്റയ്ക്കിരുന്നൊന്ന് ഓർത്തു നോക്കുക. നമ്മുടെ ചെറുപ്പം, നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ മാതാവും നമ്മുടെ പിതാവും നമ്മളെ നോക്കി വളർത്തിയ കാലം അതെങ്ങനെയായിരുന്നു എന്നൊന്ന് സ്വസ്ഥമായിട്ട് സ്വന്തം ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പ്രവാസികളായിട്ടുള്ള മാതാപിതാക്കളുണ്ടാകും, പിതാവുണ്ടാവും. അവരൊക്കെ നമ്മളെ നോക്കി വളർത്തിയിട്ടുള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളതാണ്. എന്തൊക്കെ ത്യജിച്ചിട്ടാണ്, അവരുടെ ജീവിതത്തിലെ എന്തൊക്കെ സന്തോഷങ്ങളും എന്തൊക്കെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മളെ നോക്കി വളർത്തിയിട്ടുള്ളത്, നമുക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എത്ര ചെയ്താലും അതൊരിക്കലും തന്നെ അതിനുള്ള പകരമാവുകയില്ല എന്നുള്ള. അള്ളാഹിൻ്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ, ഞാൻ എൻ്റെ മാതാവിനെ തോളിലേറ്റിക്കൊണ്ട് പൊരിവെയിലത്ത് മണലാരുണ്യത്തിലൂടെ ആ മണലിൻ്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, മാംസകഷ്ണം ഇട്ട് കഴിഞ്ഞാൽ പോലും വെന്തു പോകുന്ന ചൂടാണ്, ആ ചൂടിലൂടെ ഞാൻ നടന്നു പോയി തവാഫ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാൻ എൻ്റെ മാതാവിനോട് ചെയ്യുന്ന കടപ്പാടിൽ ഉത്തരവാദിത്തത്തിൽ തീരുമോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ടല്ലോ, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ അനുഭവിച്ചൊരു വേദന, ആ വേദനയ്ക്ക് പകരമായി അത് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. എത്ര ചെയ്താലും തീരാത്തത്ര കടപ്പാടും ബാധ്യതയുമുണ്ട്. അത്രയേറെ കഷ്ടപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടിട്ടുമാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കിയിട്ടുള്ളത് എന്ന് ഓർക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ നമ്മളോട് റസൂല് അവരുടെ മരണശേഷവും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല, ഒരു മറവിയും ഉണ്ടാവുകയില്ല. ജീവിതാവസാനം വരെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും മനസ്സിൽ. അതുകൊണ്ട് മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിറച്ചു വെക്കുക. മരണപ്പെട്ട മാതാപിതാക്കളുള്ള മക്കൾ അവരവരുടെ ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ കർമ്മമാക്കി കൊണ്ടുവരാൻ അത് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, റബ്ബേ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മാൻ്റെ കൂടെ ഉപ്പാൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കണം എന്നുള്ളതാണ്. റഹ്മാനായ നാഥ, അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പാണ് അവർ നിന്നിലേക്ക് യാത്രയായിട്ടുള്ളത്. ഞങ്ങൾ നോക്കി പൂതി തീരുന്നതിന് മുമ്പാണ് നിന്നിലേക്ക് യാത്രയായിട്ടുള്ളത്. റബ്ബേ,
അവർക്ക് നീ മഅ്ഫിറത്തും മർഹമത്തും നൽകണമേ നാഥ. ഞങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. അള്ളാഹുവേ നാഥ, നിൻ്റെ റസൂല്, നിൻ്റെ പ്രവാചകൻ ഞങ്ങളോടൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നല്ല ആത്മാക്കൾക്ക് ഖബറിലേക്ക് നല്ല ആത്മാക്കൾക്ക് സ്വർഗത്തിൽ നിന്നൊരു കവാടം തുറന്നു കൊടുക്കുമെന്നുള്ളതാണ് ആ വാഗ്ദാനം. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകളിലേക്ക് നിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ളൊരു കവാടം തുറന്നു കൊടുക്കണമേ റബ്ബേ. അവരാ സ്വർഗത്തിൽ നിന്നുള്ള കവാടം തുറന്നു കൊടുത്തുകൊണ്ടാണ് അവർ ഖബറുകളിൽ ജീവിക്കുന്നത് എങ്കിൽ റബ്ബേ, റാഹത്തുള്ളൊരു ജീവിതമാണത് റബ്ബേ. അതിന് നീ അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. പഠിച്ചവൻ അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണമേ, നന്മകൾ സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവെ, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. പഠിച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ നാഥ. പഠിച്ചവനെ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനുള്ള തൗഫീക്ക് നൽകണമേ നാഥ. അള്ളാഹു അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുവെ, അല്ലാഹുമ്മ ജഅൽ ഖുബൂറഹും റൗളത്തൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുമ്മ ഇഫ്തഹ് ലഹും ബാബൻ മിനൽ ജന്ന. അല്ലാഹുമ്മ അശ്രിബ് ലഹും ശുർബത്തൻ മിനൽ ജന്ന. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.